അത് 2026 UDF അധികാരത്തിൽ വരണമെന്ന് PV അൻവർ തനിക്ക് ഒരു സീറ്റ് പോലും UDF തരേണ്ട, UDFനൊപ്പം ഒരു സാധാരണ പ്രവർത്തകനായി നിൽക്കുമെന്നും അൻവർ പറഞ്ഞു. UDF നേതാക്കളെ നേരിൽ കാണും. ലീഗ് നേതാക്കളുമായാണ് ആദ്യം കൂടിക്കാഴ്ച. ഇതിന്റെ ഭാഗമായി ഇന്ന് ഉച്ചയ്ക്ക് അൻവർ പാണക്കാടെത്തും. സാദിഖ് അലി ശിഹാബ് തങ്ങൾ, PK കുഞ്ഞാലിക്കുട്ടി എന്നിവരെയും കാണും. ബഹുമാനപ്പെട്ട UDFന്റെ മുഴുവൻ നേതൃത്വത്തോട് എനിക്ക് പറയുന്നത്, നിങ്ങൾ ഏറ്റെടുക്കുക മാത്രമല്ല, നിങ്ങൾ അധികാരത്തിൽ വന്നാൽ ഇവിടെ നമുക്കറിയാം, ഈ പശ്ചിമഘട്ടത്തിലെ ഈ 11-12 സംസ്ഥാനങ്ങളുണ്ട്. ഈ സംസ്ഥാനത്തെ മുഴുവൻ മുഖ്യമന്ത്രിമാരെയും പോയി കാണണം. ഇവിടുത്തെ ലീഡർഷിപ്പ് ആ മുഖ്യമന്ത്രിമാരെ ഒരുമിച്ച് നിർത്തിക്കൊണ്ട് ഈ 972 വന നിയമത്തിൽ ഭേദഗതി വരുത്താൻ ഈ പശ്ചിമഘട്ടത്തിലെ മുഴുവൻ സംസ്ഥാനങ്ങളെയും ഒരുമിപ്പിച്ച് ചേർത്തുള്ള ഒരു പോരാട്ടത്തിന് നേതൃത്വം കേരളത്തിൽ നിന്ന് ഉയർന്നു വരണം. അത് ഉയർത്തിക്കൊണ്ടുവരാൻ അടുത്ത ഈ 2026 തെരഞ്ഞെടുപ്പിൽ UDF ഇവിടെ അധികാരത്തിൽ വരണം. ആ അധികാരത്തിൽ വരുന്ന UDF അതുകൂടി ഏറ്റെടുക്കണം, അവിടത്തേക്ക് ഇത് എത്തിക്കണം. ഈ വിപ്ലവം തുടങ്ങേണ്ടത് ഈ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെ ഇല്ലെങ്കിൽ ഈ വന്യമൃഗശല്യത്തിന്റെ ഈ വിപ്ലവം തുടങ്ങേണ്ടത് കേരളത്തിലാണ്. ആ നേതൃത്വം ബഹുമാനപ്പെട്ട UDF ലീഡർഷിപ്പ് ഏറ്റെടുക്കണം എന്നാണ് ഇത്തരം ഒരു സാഹചര്യം ഉരുത്തിരിഞ്ഞൊരു ഘട്ടത്തിൽ എനിക്ക് പറയാനുള്ളത്. ഈ ഒരു വിഷയം ഏറ്റെടുത്താൽ മതി. 63 മണ്ഡലത്തെ നേരിട്ടാണ്, 140 മണ്ഡലത്തെ മുഴുവനും ഞാൻ ഈ പറഞ്ഞ പന്നിയും കുരങ്ങും കൊണ്ട് ബാധിക്കുന്നുണ്ട്. 2 രീതിയിലാണ് ഇത് ബാധിക്കുന്നത്. അതുകൊണ്ട് ഇത് UDF ഏറ്റെടുക്കണം. അതിനോടൊപ്പം ഒരു പ്രവർത്തകനായി, ഒരു സാധാരണക്കാരനായി അവരോടൊപ്പം ഈ മലയോര കർഷകർക്ക് വേണ്ടി നിന്നു കൊടുക്കാനും ഞാൻ തയ്യാറാണ്. വന്യജീവി ആക്രമണം വിഷയമാക്കി PV അൻവർ, മലയോര മേഖലയുടെ പ്രശ്നം ലീഗ് ഏറ്റെടുക്കണം. കേരളത്തിലെ ഗുണ്ടകളാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ. വനവാസികളെ ഇറക്കിവിടാൻ ശ്രമം നടക്കുന്നു. വനനിയമത്തിന്റെ ഭീകരത അറിയാൻ ഇരിക്കുന്നതേ ഉള്ളൂവെന്നും അൻവർ പറഞ്ഞു. ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ യഥാർത്ഥത്തിൽ പരിപൂർണമായിട്ടും സാമൂഹ്യ വിരുദ്ധരായി ഗുണ്ടകളായി മാറും. ഈ നിയമം വന്നാൽ നിങ്ങൾ എഴുതി വെച്ചോ, കേരളത്തിലെ ഒഫീഷ്യൽ ഗുണ്ടകൾ ആരാണെന്ന് ചോദിച്ചാൽ കേരളത്തിലെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരായി മാറ്റുന്ന നിയമമാണ്. ഇന്ന് തന്നെ അവരുടെ സാന്നിധ്യം, അവരുടെ അക്രമം നമുക്ക് താങ്ങാൻ കഴിയുന്നില്ല. ഇവിടെ മൃഗങ്ങളെ കേരളത്തിലേക്ക് ആകർഷിക്കുകയാണ്, ജനവാസ മേഖലയിലേക്ക് ആകർഷിക്കുകയാണ്. കോഴിക്കോട്ടങ്ങാടിയിൽ എങ്ങനെയാ പുലി വരുന്നത് നിങ്ങൾ ആലോചിക്കണം. മഞ്ചേരി എങ്ങനെയാ വരുന്നത്? തിരുവനന്തപുരത്ത് വരും, സെക്രട്ടേറിയറ്റിനകത്ത് പുലി വരും. അധിക താമസമൊന്നുമില്ല. എന്താ കാരണം? ഇവിടെ പല ആളുകളും പറയുന്നത് ഈ മനുഷ്യരെ നിർബന്ധിത സാഹചര്യം ഉണ്ടാക്കി കാട്ടിൽ നിന്ന് ഇറക്കി വിടാനുള്ള പല രീതിയിലുള്ള ഗൂഢാലോചനകളും ഈ പറയുന്ന ലോബിക്കകത്ത് നടക്കുന്നുണ്ട്. ഇതൊരു ഇന്റർനാഷണൽ ലോബിയുടെ ഇടപെടലാണ്. മന്ത്രി റോഷി അഗസ്റ്റിനെതിരെയും PV അൻവറിന്റെ വിമർശനം. മലയോര കർഷകരുടെ രക്ഷകൻ എവിടെ പോയെന്നും അൻവർ ചോദിച്ചു. ഈ പറയുന്ന മന്ത്രിമാര്, CPIയുടെ 4 മന്ത്രിമാരുണ്ടല്ലോ, വലിയ പ്രകൃതി സ്നേഹികളാണുള്ളവര്, വലിയ മനുഷ്യ സ്നേഹികളാണല്ലോ. മിണ്ടിയവര്, ഇവരടക്കല്ലേ ഒപ്പിട്ട് കൊടുത്തത്. കേരള കോൺഗ്രസിന്റെ റോഷി അഗസ്റ്റിനുണ്ടല്ലോ, മലയോര കർഷകരുടെ രക്ഷകൻ. എന്തേ റോഷി പ്രതികരിക്കാതിരുന്നത്? അവിടെ ഇരുന്നുകൊണ്ട് അത് ഒപ്പിട്ട് കരടിന് അനുമതി നൽകി മന്ത്രിസഭാ യോഗം. ആ യോഗത്തിൽ ഈ പറയുന്ന റോഷിയും ഈ പറയുന്ന CPI മന്ത്രിമാരുണ്ട്. ഇടുക്കിയിലും കോട്ടയത്തും കർഷകർ പ്രശ്നം ഉണ്ടാക്കിയപ്പോ നേതാക്കന്മാരെയും കൂട്ടി മുഖ്യമന്ത്രിയെ പോയി കണ്ടിട്ട് ആശങ്ക അറിയിച്ചു അല്ലേ? അപ്പൊ ഈ ജനനി ആരെയാ കാത്തിരിക്കേണ്ടത്? CV അനുമോദ് ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരും. അനുമോദ്, ഇപ്പോൾ അൻവർ തന്റെ മനസ്സ് വ്യക്തമാക്കി കഴിഞ്ഞു. കാരണം നേരത്തെ തന്നെ നമുക്ക് ആ ലക്ഷ്യം വളരെ കൃത്യമായിരുന്നു. അതിനുള്ള നീക്കങ്ങൾ അൻവർ കഴിഞ്ഞ കുറേ ദിവസങ്ങൾ നടക്കുന്നുണ്ട്. നേരത്തെ അനുമോദൊക്കെ പറയുന്നത് പോലെ കേരള രാഷ്ട്രീയത്തിൽ അൻവറിന് ഒറ്റയ്ക്കൊരു അസ്തിത്വമില്ല, സംശയമില്ലാത്ത കാര്യമാണ്. ഇവിടെ UDFനൊപ്പം ചേരുക എന്നുള്ളതാണ്. അതിപ്പോൾ അൻവർ വെറുതെ ഭംഗിവാക്കിന് പറയും തനിക്ക് MLA സ്ഥാനം വേണ്ട, സാധാരണ പ്രവർത്തകനായി തുടരുമെന്നൊക്കെ. പക്ഷേ ലക്ഷ്യങ്ങൾ മറ്റോ പലതുമാണ്. എന്തൊക്കെയാണ് തുടർ നീക്കങ്ങൾ? രഞ്ജിത്ത്, PV അൻവർ UDFിലേക്ക് അടുക്കുന്നു. അതിന് പാണക്കാട് കുടുംബത്തിൽ ചെന്ന് സാദിഖ് അലി ശിഹാബ് തങ്ങളെയും PK കുഞ്ഞാലിക്കുട്ടിയെയും കണ്ട് UDFിലേക്കുള്ള തൻ്റെ വരവിന് വഴിയൊരുക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നു. അതിന് മുൻപായിട്ട് അദ്ദേഹം കാരണമായിട്ട് പറയുന്നത്, താൻ ജയിലിലകത്തായപ്പോൾ ഏറ്റവും അധികം പിന്തുണ നൽകിയത് UDF ആണ്, പാണക്കാട് കുടുംബത്തിൻ്റെ പിന്തുണ, ലീഗിൻ്റെ പിന്തുണ. അപ്പോൾ അവരെ കണ്ട് നന്ദി അറിയിക്കുക എന്നതാണ് തൻ്റെ ഉദ്ദേശം. പക്ഷേ അത് അദ്ദേഹം പറയുന്നതാണെങ്കിൽ നമുക്കറിയാം അതിൻ്റെ വരികൾക്കിടയിൽ ഒളിച്ചിരിക്കുന്നത് എന്താണെന്ന് കൃത്യമായിട്ട് നമുക്ക് വ്യാഖ്യാനിക്കാൻ കഴിയും. UDFിലേക്കുള്ള അൻവറിൻ്റെ
ആ യാത്ര അത് കൂടുതൽ സുഗമമാക്കുന്നത് ലീഗിൻ്റെ സാന്നിധ്യം തന്നെയാണ്. ലീഗിന് അൻവറിനോട് അൻവറിനെ UDF-ലേക്ക് എടുക്കുന്നതിന് വലിയ താല്പര്യമുണ്ട്. അത് കോൺഗ്രസിലെ ഒരു വിഭാഗം എതിർക്കുമ്പോഴും ലീഗിൻ്റെ ഒരു പിന്തുണ തന്നെയാണ് അൻവറിനെ സംബന്ധിച്ച് ഈ ഒരു രാഷ്ട്രീയ മാറ്റത്തിന് വലിയ ചാലകശക്തിയായി നിൽക്കാൻ സാധ്യതയുള്ളത്. അതുകൊണ്ട് തന്നെയാണ് പാണക്കാട് കുടുംബത്തിലെത്തി സാദിഖ് അലി ശിഹാബ് ഇതുപോലെ PK കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ളവരെ നേരിൽ കണ്ട് അദ്ദേഹം രാഷ്ട്രീയമായിട്ടുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നത് എന്നു വേണം നമുക്ക് കരുതുവാൻ. അദ്ദേഹം 1 മണിയോടെ പാണക്കാട് എത്തുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. പക്ഷേ അല്പം വൈകാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. എന്നാണെങ്കിലും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, കോൺഗ്രസിൻ്റെ നിലപാട് ഇതിൽ ലീഗിൻ്റെ നിലപാടിനോട് പൂർണ്ണമായിട്ടും ഒത്തുപോകുന്നതല്ല. മലപ്പുറത്തെ കോൺഗ്രസിലെ തന്നെ പല പ്രമുഖരുമായിട്ടും പല നേതാക്കളുമായും നമുക്ക് സംസാരിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് അൻവറിനെ കോൺഗ്രസിൻ്റെ ഭാഗമാക്കാൻ അവർക്ക് താല്പര്യമില്ല എന്നുള്ളതാണ്. അതിന് 2-3 കാരണങ്ങളുണ്ട്. മുൻപ് അൻവർ നടത്തിയ ഇടപെടലുകൾ, അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ, അദ്ദേഹം തുറന്ന് അടിച്ച് നടത്തിയ വിമർശനങ്ങൾ. അപ്പോൾ അൻവർ ആർക്കെതിരെയും വേണമെങ്കിൽ ഇതുപോലെ തന്നെ നിലപാടെടുത്തേക്കാമെന്നൊരു ആശങ്ക, അല്ലെങ്കിൽ അത്തരത്തിലൊരു അങ്ങനെ ഒരു കാര്യമാണ് ഈ കോൺഗ്രസ് നേതാക്കൾ പലരും പങ്കുവയ്ക്കുന്നത്. രണ്ടാമതായിട്ടുള്ളത്, അദ്ദേഹം ഒരു സീറ്റും വേണ്ട, ഒന്നും വേണ്ട എന്ന് പറഞ്ഞു വന്നാൽ പോലും ഒരു MLA ആണ്. MLA-ക്ക് സ്വാഭാവികമായിട്ടും ഒരു MLA മുന്നണിയിലെടുക്കുമ്പോൾ പ്രശ്നം നമുക്കറിയാം. നിലമ്പൂർ സീറ്റിൽ കോൺഗ്രസിന്റെ പ്രത്യേകിച്ച് ആര്യാടൻ ഷൗക്കത്തിന് താല്പര്യം നമുക്കറിയാം. അനുമോദ്, നിലമ്പൂരാണ് ഈ പറഞ്ഞതുപോലെ PV അൻവറിന്റെയും തട്ടകം. അവിടെ നിന്ന് മാറി അല്ലെങ്കിൽ പിന്നെ ലീഗ് എന്തെങ്കിലും രാഷ്ട്രീയ അഭയം അൻവറിന് കൊടുക്കണം. ലീഗിന്റെ സീറ്റുകൾ ഏതെങ്കിലും, തിരുവമ്പാടി പോലുള്ള സീറ്റുകൾ ഏതെങ്കിലും അൻവറിന് കൊടുത്തുകൊണ്ട് ഈ വിഷയത്തിലൊരു പരിഹാരം ഉണ്ടാക്കണം. അത്തരം എല്ലാ സാധ്യതകളും അൻവർ പ്രയോജനപ്പെടുത്തും, അതിനുള്ള ശ്രമം നടത്തുമെന്നുള്ളതല്ലേ? തീർച്ചയായും അനന്ത സാധ്യതകളാണല്ലോ രാഷ്ട്രീയത്തിലുള്ളത്. ഒരു കോൺഗ്രസ് നേതാവ് പറഞ്ഞത് അൻവറിനെ UDF-ൽ എടുക്കാൻ കുഴപ്പമൊന്നുമില്ല, പക്ഷേ ലീഗിൻ്റെ കെയർ ഓഫിൽ വന്നിട്ട് ലീഗ് തന്നെ സീറ്റ് നൽകിക്കോട്ടെ എന്നാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. അതായത് കോൺഗ്രസിൻ്റെ ഒരു സീറ്റും അൻവറിന് ഇപ്പോൾ കൊടുക്കാൻ മലപ്പുറത്തെ കോൺഗ്രസ് നേതൃത്വത്തിന് താല്പര്യമില്ല എന്നുള്ളത് തന്നെയാണ് ഇവിടുത്തെ നേതാക്കളുടെ ഉള്ളിലിരിപ്പ്. നിലമ്പൂരാകട്ടെ, നിലമ്പൂർ ആര്യാടൻ ഷൗക്കത്തിന് അല്ലെങ്കിൽ തന്നെ VS ജോയ്, നിലമ്പൂർ സ്വദേശിയാണ്, DCC പ്രസിഡന്റാണ്, യുവാവാണ്. അദ്ദേഹത്തിന് ഒരു ക്ലെയിം അവിടെ ഇല്ല എന്ന് പറയാനാകില്ല. പിന്നീടുള്ളത് തവനൂരും പൊന്നാനിയും വണ്ടൂരുമാണ്. വണ്ടൂർ സംവരണ സീറ്റാണ്. അവിടെ മറ്റ് അൻവറിൻ്റെ ഒരു സാധ്യതയുമില്ല, കഴിയുകയുമില്ല. പിന്നെയുള്ളത് തവനൂരും പൊന്നാനിയുമാണ്. വിജയസാധ്യത അധികമൊന്നുമില്ലാത്ത 2 സീറ്റുകളാണ് തവനൂരും പൊന്നാനി. അതിൽ തന്നെ കോൺഗ്രസിന് വേണ്ടതിലധികം ഗ്രൂപ്പ് തർക്കവുമായിട്ട് ആ സീറ്റിന് തന്നെ ഇപ്പോൾ തന്നെ പലരും പദ്ധതിയിട്ട് തുടങ്ങിയിട്ടുണ്ട്. ആ ഒരു ഇടത്തേക്കാണ് അൻവർ വരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അൻവറിന് സീറ്റ് നൽകുക എന്നുള്ളത് കോൺഗ്രസിന് ഇപ്പോഴത്തെ അവസ്ഥയിൽ അത് അംഗീകരിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല എന്ന് തന്നെയാണ് കോൺഗ്രസ് നേതാക്കൾ രഹസ്യമായിട്ടും അതുപോലെ തന്നെ സംസാരത്തിനിടയിലും ഒക്കെ പറയുന്ന ഒരു കാര്യം. ലീഗിലേക്കാണെങ്കിൽ ലീഗ് ഏറ്റെടുക്കുകയാണെങ്കിൽ ലീഗിന് ഇഷ്ടംപോലെ സീറ്റുകളുണ്ടല്ലോ, അവരൊരു സീറ്റ് കൊടുത്തോട്ടെ എന്ന നിലപാടാണ് കോൺഗ്രസിനുള്ളത്. മഞ്ചേരി ആവട്ടെ, തിരുവമ്പാടി ആവട്ടെ, അവിടെയൊക്കെ ഈ പറയുന്ന ഇപ്പോൾ ഏറനാട് അൻവറിൻ്റെ സ്വന്തം വീട് നിൽക്കുന്ന മണ്ഡലമാണ്. PK ബഷീറാണ് MLA എന്നുള്ളതൊക്കെ ശരി തന്നെയാണ്. അദ്ദേഹത്തിന് PK ബഷീർ ഏറനാട് മണ്ഡലം മറ്റൊരു വിട്ടുകൊടുക്കില്ല എന്നുള്ളതും മറ്റൊരു കാര്യമാണ്. എങ്കിൽ പോലും അത്രയ്ക്ക് അൻവറിനെ അടുപ്പിച്ചേ തീരുമെന്നുണ്ടെങ്കിൽ ലീഗ് തന്നെ അവരുടെ സീറ്റ് വിട്ടുകൊടുക്കാൻ ഒരു വിശാല മനസ്സ് കാണിച്ച് അൻവറിനെ കൂടെ കൂട്ടട്ടെ എന്നൊരു നിലപാടായിരിക്കും ജില്ലയിലെ കോൺഗ്രസ് നേതൃത്വം സ്വീകരിക്കുക. എന്ത് തന്നെയാണെങ്കിലും അൻവർ ഇനി LDF-ലേക്കില്ല, UDF-ലേക്ക് തന്നെ ആകുമെന്ന കാര്യത്തിൽ അൻവർ നിലപാട് പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇന്ന് വാർത്താ സമ്മേളനത്തിലും അതിനുശേഷം നമ്മളോട് സംസാരിച്ചപ്പോഴൊക്കെ UDF-നൊപ്പം നിൽക്കും. അവരൊന്നും തന്നാലും തന്നില്ലെങ്കിലും ജനങ്ങളുടെ പ്രശ്നങ്ങൾ UDF-നൊപ്പം ചേർന്ന് കൂടുതൽ ഉന്നയിച്ചുകൊണ്ടേയിരിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണെങ്കിലും അൻവർ UDF-ലേക്ക് എത്തുമ്പോൾ ചർച്ചയാകുന്നത് സ്വാഭാവികമായിട്ടും സീറ്റുകൾ തന്നെയാണ്. ഏത് സീറ്റ് എന്നുള്ളത് തന്നെയാകും ഉണ്ടാവുക. ആ ചർച്ചകളൊക്കെ തുടങ്ങാനിരിക്കുന്നതേ ഉള്ളൂ. ഇന്നിപ്പോൾ ഇത്രയും കാലം അൻവർ നിശിതമായി വിമർശിച്ച, പരിഹസിച്ച, അപഹസിച്ച പാണക്കാട് കുടുംബത്തിലേക്ക് അദ്ദേഹം വന്നു കയറുമ്പോൾ എങ്ങനെയായിരിക്കും അവിടുത്തെ സാഹചര്യങ്ങൾ, എന്തെല്ലാം കാര്യങ്ങളായിരിക്കും അൻവർ പാണക്കാടെന്ന് പ്രതികരിക്കുക എന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. രഞ്ജിത്ത്, അതാണ് സാഹചര്യം. ഏതായാലും പാണക്കാട്ടേക്ക് അൻവർ പോകാൻ ഒരുങ്ങുകയാണ്. പാണക്കാട് കുടുംബത്തിന്റെ കാര്യത്തിലേക്കാണ് ഇപ്പോൾ അൻവർ പോകാൻ പോകുന്നത്. പാണക്കാട് കുടുംബത്തിൽ പോയി ചർച്ചകൾ ചെയ്യും. അതിനുശേഷം അദ്ദേഹം മറ്റ് UDF നേതാക്കളെയും കാണുമെന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. വളരെ പ്രധാനപ്പെട്ട ചില നീക്കങ്ങൾ തന്നെയാണ് അൻവറിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത് എന്നതും പ്രധാനമാണ്.